അപ്പൊ സെപ്റ്റംബർ മിക്കവാറും നല്ലൊരു കൊയ്ത്തുള്ള മാസമായിരിക്കും എയർ ഡ്രോപ്പ് ഹണ്ടേഴ്സിന്. കാരണം ഹാംസ്റ്റർ വരുന്നുണ്ട്, ഇപ്പൊ ഡോഗ്സ് കഴിഞ്ഞു, ബ്ലംബ് കഴിഞ്ഞു. ഡോഗ്സ് ഏകദേശം സെപ്റ്റംബറിൽ ഏകദേശം തുടക്കത്തിലൊക്കെ ആവുമ്പോഴാണ് എയർ ഡ്രോപ്പ് എല്ലാം കഴിഞ്ഞ് ഏകദേശം എല്ലാവരും കിട്ടി കഴിഞ്ഞ്. അപ്പൊ ആക്ച്വലി 3 എയർ ഡ്രോപ്പ് എല്ലാം സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു മന്തായിട്ട് നല്ല രീതിയിലൊരു ക്യാഷ് ഫ്ലോ ഉള്ള ഒരു മാസമായിട്ട് മാറും. ഹാംസ്റ്റർ ഇപ്പൊ 26-ാം തീയതി എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് വന്നല്ലോ. അതെ, നമ്മളാദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ലാഗ് അടിച്ച് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞത് അഥവാ ഇനി ലാഗ് ആയാല് 2-3 മാസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ ഇതൊരു ഭയങ്കര എന്താണ് ഒരു അടി കിട്ടുന്നത്. ഈ എയർ ഡ്രോപ്പുകൾക്ക് തന്നെ ഒരു വലിയ അടി, എല്ലാവർക്കും ഒരു വിശ്വാസം പോകുന്ന രീതിയിലൊരു സംഭവം ആയേനെ ഹാംസ്റ്റർ. പക്ഷെ അവരിപ്പോ 26-ാം തീയതി വലിയ എല്ലാരും കൂടെ ഞെട്ടിച്ചോണ്ട് 26-ാം തീയതി ഇത് ഇറക്കാൻ തീരുമാനിച്ചു. പക്ഷെ 26-ാം തീയതി വന്നാലും ഇതിന്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും. കാരണം ആ ടൈമിൽ എന്ന് പറഞ്ഞാല് കുറെ ന്യൂസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. വ്യാജ വാർത്ത ഒന്നും പറയാൻ വയ്യ, ആക്ച്വലി കുറച്ചെല്ലാം ഫാക്ട് ഉള്ള വാർത്തകളാണ്. ഇങ്ങനെ മേ ബി ഇത് ക്യാൻസൽ ആവുന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ ഫാക്ട്സ് വളച്ചൊടിച്ചിട്ടൊക്കെയുള്ള ന്യൂസാ വന്നത്. അപ്പോ അന്നേരം തന്നെ കുറെ ആൾക്കാർക്ക് ഇത് മടുത്ത്, പിന്നെ വെച്ചാൽ ലാഗ് അടുപ്പിച്ച് കുറെ അറ്റത്ത് എത്തിക്കാണ്. ഇനിയും ലാഗ് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ പിന്മാറുന്നുള്ളവർക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും എയർ ഡ്രോപ്പ് കൊടുത്തേ പറ്റുള്ളൂ. അതെ, അപ്പൊ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്ക് വരുമ്പോഴേ അറിയാൻ പറ്റൂ. അതെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാംസ്റ്ററിന്റെ കോയിൻ ബാലൻസ് വെച്ചിട്ട് ആരും ഇതാക്കണം. ഒരു ആദ്യം പറഞ്ഞിട്ടുണ്ട് മറ്റേ നമ്മളെ പ്രോഫിറ്റ് പെർ അവർ മാത്രം നോക്കിയിട്ടാ കൊടുക്കാൻ. പക്ഷെ ഇപ്പൊ കോമഡി എന്താ വെച്ചാൽ ഇപ്പൊ ഒരു എയർ ഡ്രോപ്പിന്റെ പേജ് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർ അവർ, പിന്നെ കീസ്, പിന്നെ ഡെയിലി ടാസ്ക്, അങ്ങനെ പല ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനും ഇങ്ങനെ എത്ര വെയിറ്റേജ് ഉണ്ടാവുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഓരോന്നിനും എന്തെങ്കിലും ഒരു വെയിറ്റേജ് ഉണ്ടാവും. ചിലപ്പോൾ കീസിന് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്, കാരണം കീസ് കിട്ടാൻ കുറച്ചുകൂടെ പണിയാ. പിന്നെ ഈ മറ്റേ ലീഗ് ഉണ്ടല്ലേ, ഗ്രാൻഡ് മാസ്റ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ലോഡിന് അബവ് ഉള്ളവർക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൂട്ടേ അങ്ങനെ എന്തെങ്കിലും. കാരണം OG ആയിട്ട് ആദ്യം കളിക്കാൻ തുടങ്ങുന്ന ലെവലിൽ എത്തുക. അപ്പം കുറെ എന്തെല്ലാം കുറച്ച് ഇതാക്കിയിട്ട് സപ്ലൈ ആക്ച്വലി ഈക്വൽ സപ്ലൈ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഓരോ ആൾക്കാർക്കും ഈ ഒരു പോയിന്റ്സിന്റെ ബേസിസിൽ ഇങ്ങനെ അലോക്കേഷൻ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് ഈ ഹാംസ്റ്റർ ഇതുള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു പോയിന്റ് ഹാംസ്റ്റർ പോയിന്റ് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും ടോക്കൺ ആക്കാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടോട്ടൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ, കാരണം ഇവരെ അതിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ കാണും കുറെ പോയിന്റ്സ് ഇവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈമറും ഉണ്ട്, കൗണ്ട് ഡൗണും ഉണ്ട് അതിൽ. ഇത്ര ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ഹരാ ശരിക്കും. മറ്റേ കാറ്റിസന്റെ എന്തായാലും ഇപ്പൊ ഉടനെ തന്നെ വരുന്നില്ലേ? അതെ, സെപ്റ്റംബറിൽ ഒരു ഡ്രോപ്പ് കൂടെ. അത് ഏതോന്ന് ഞാൻ മറന്നുപോയല്ലോ എന്നുള്ള ആലോചിക്കുന്നത്. കാറ്റിസൺ എന്തായാലും വരുന്നുണ്ട്. അതിന്റെ അപ്പൊ ഡെയിലി ലോഗിൻ ഇല്ലേ, ആ ഒരു ചെക്ക് ഇൻ, മറ്റേ കുറച്ച് ഫണ്ട് കൊടുത്തുള്ള പരിപാടി, ഡെയിലി ട്രാൻസാക്ഷൻ ചെയ്യുന്ന പരിപാടി, അത് എന്തായാലും കണ്ടിന്യൂ ചെയ്യും. കാരണം അത് എന്തോ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന എനിക്ക് നല്ലത്. അതിന്റെ എന്തോ ഒരു ക്രൈറ്റീരിയ വെച്ചുണ്ടെന്നാണ് ഞാൻ കേട്ടത്. സിൽവർ ലീഗിന്റെ മുകളിലുള്ളവർക്കേ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. അത് വന്നോ, ഒഫീഷ്യലാണോ? ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് സിൽവറിന്റെ മുകളിലുള്ളവർക്ക് എന്തായാലും കിട്ടും, അങ്ങനെ പറഞ്ഞവര്. ഞാനിതുവരെ ഗോൾഡ് എത്തിയതുള്ളൂ. കളിക്കാൻ ഒരു മടിയുള്ള ഗെയിമാ സത്യം പറഞ്ഞ ഒരു നൈപ്പാണ് ഈ ഇത് പറഞ്ഞാൽ. എയർ ഡ്രോപ്പിന് വേണ്ടിട്ട് വെറുത്തല്ല സത്യം പറഞ്ഞാൽ ചെയ്യാൻ. എത്ര വാല്യൂ ഉണ്ടാവും കാറ്റിസൺ? എന്താ അവസ്ഥ അറിയില്ല. ഞാൻ ഇപ്പൊ തന്നെ ഒരു പ്രീ മാർക്കറ്റിൽ 0.3-0.5 ആ റേഞ്ച് എവിടെയൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷെ എത്ര കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ. കൺവേർഷൻ ഉണ്ടാവും. പിന്നെ കൺവേർഷൻ ഏത് കാറ്റി ഏതാ കൺവേർഷൻ? അവിടെ 3 ടോക്കൺ ഉണ്ട് അതിനകത്ത്.